ഒരു ദിവസം മുഴുവനും ഹെൽത്തി ഫുഡ് കഴിച്ച് ജീവിക്കുന്നതാണ് എന്റെ ഇന്നത്തെ വീഡിയോ. രാവിലെ നേരെ പോയത് ജിമ്മിലോട്ടാണ്. പോയിട്ട് 3-4 ദിവസമായതുകൊണ്ട് ആശ അങ്ങോട്ട് ചീത്ത പറയുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് നേരെ പോയി വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന നല്ല ശീലങ്ങളാണ്, അത് തെറ്റൊന്നുമില്ല. ഇന്ന് ഷോൾഡർ വർക്കൗട്ട് ആയതുകൊണ്ട് ഒരുപാട് ദിവസം ലീവ് ആയതുകൊണ്ട് കുറച്ച് വെയിറ്റ് എടുത്തിട്ടാണ് ഞാൻ ഹെവി വെയിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വീടെത്തിയ നേരെ കുളിക്കാനാണ് ഞാൻ പോയത് കേട്ടോ. തലയിൽ വെളിച്ചെണ്ണാട്ടിട്ട് കുറെ കൊണ്ട് അമ്മ തേച്ച് തരാണ്ട്. അമ്മ വെച്ചാൽ ഞാൻ കുട്ടിയായതുകൊണ്ട് അമ്മ മുടിയൊക്കെ ചീവി തീരാണ് പഴയതുപോലെ. കുളിച്ച് വന്നത് എല്ലാം കൂടിയിട്ടുള്ള ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ വായിക്കുന്ന ബുക്ക് ഒരു മോളൊരു അച്ഛന് വേണ്ടി എഴുതിയ ബുക്കാണ്. ബുക്ക് വായിക്കുന്ന ശീലമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബുക്ക് വേണമെന്ന് കമന്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം. അടിപൊളി ബുക്കാണ് കേട്ടോ. കുറച്ച് റെസ്റ്റ് എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം കോറയാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. ഈ ഫൈബറായ സാധനമുള്ളതുകൊണ്ട് അത് ഞാൻ മൊത്തം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അടുത്ത ഭക്ഷണത്തിലേക്ക് പോകും. കുറഞ്ഞ പൈസയിൽ ഹൈ പ്രോട്ടീൻ കിട്ടുന്ന ഒരാളുള്ള ഇവിടെ രാജാവായിട്ട്, അത് നമ്മുടെ മുട്ട തന്നെയാണ് കേട്ടോ. മുട്ടന്റെ ഉള്ളിലുള്ള മഞ്ഞ കളർ എടുത്ത് മാറ്റും. അത് മൊത്തം ഫാറ്റ് ആയതുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ മാത്രം എടുക്കുന്നുള്ളൂ. കുറെ കഴിക്കാനൊക്കെ പറയും ഗുഡ് ഫാറ്റ് വേണ്ട, കഴിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 15 മുട്ട കഴിക്കുന്ന ഒരാൾക്ക് ഇത്രയും കഴിച്ച പണി കിട്ടുന്നതിന്റെ ആശ പറഞ്ഞിട്ടുണ്ട്. മുട്ട കഴിച്ചതിന് ക്ഷീണം മാറ്റം ഒരു പഴം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിന്റെ ഫാറ്റ് കാലറി എല്ലാം ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇട്ടാൽ വീഡിയോ ആണെന്നവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. വീടൊക്കെ പൂട്ടി പുറത്തു പോയിട്ട് നോക്കുന്ന കടയിൽ നല്ല ഷുഗർ ആയിട്ടുള്ള കേക്ക്, നല്ല എണ്ണക്കടികളും കൂടാതെ ഫുൾ ഫ്രൂട്ട്സും. ഞാൻ ഒന്നും നോക്കിയില്ല, നല്ലൊരു അനാറിന്റെ ജ്യൂസ് എടുക്കാൻ പറഞ്ഞു. ഷുഗർ ഇടേണ്ട കേട്ടവർക്ക് ഏട്ടൊരു റിയാക്ഷൻ. എടാ ഗൊമ്മാളെ, നിങ്ങളെ ഹെൽത്തി കുട്ടുന്ന ഹെൽത്തി വീഡിയോ വിജയകരമായി അവസാനിപ്പിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ അടുത്ത് കാണാം.